ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ ചേട്ടൻ തിരക്കാണ് കേട്ടോ. രാവിലെ ഇതാ ഇറച്ചി ഉണങ്ങുന്ന തിരക്കിൽ. ആ ചേട്ടന് കുറച്ചുകൂടെ ഇറച്ചി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് ഉണങ്ങുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം വാഴക്കൊല മാറ്റിയില്ലേ, വാഴക്കൊല എടുക്കാൻ വന്ന വാഴക്കൊല മാറ്റി. ഇത് പാളയംകോടനാണ് കേട്ടോ, പാളയംകോടൻ വാഴപ്പഴാണ്. ചേട്ടാ ദേ സാധനം അതിൽ നടത്തി കളയണം കേട്ടോ ചേട്ടാ, അല്ലെങ്കിൽ അത് ചീഞ്ഞിട്ട് അത് മറ്റു പഴത്തിലേക്ക് പിടിക്കുന്നത്. ഇത് പാളയംകോടൻ കറി വെക്കണം നേരത്തെ മൊത്തം പഴുത്തല്ല. ഇത് വലിയൊരു കൊലയായിരുന്നു കേട്ടോ, വലിയ പഴങ്ങളുമായിരുന്നേ. അപ്പോ ചേട്ടനാണെങ്കിൽ അതിപ്പോ നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനും കൊടുത്തു, അതിന്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ചേച്ചിക്കും അവിടെ ഇന്നലെ ഞാൻ കയറി കൊടുത്തു. അത് പിന്നെ ചെറുപ്പം മുതലേ ഞാൻ അറിയുന്നവരാണ് കേട്ടോ. നമ്മുടെ പണ്ടപ്പള്ളിയിലെ വീട് വാങ്ങിയവരാ അത്. അതേതും ഇത് ചൂടടിച്ചാൽ പിന്നെ കറി വെക്കണം. ഓർണം ഞാനൊന്ന് കറി വെച്ചു. ഇത് മുഴുത്തതായോണ്ട് കറി വെക്കാൻ ഇത് മതിയായിരുന്നു ഓർണം. ഇത് ഒരെണ്ണം കൊടുത്തു അപ്പുറത്തെ വീട്ടിലേക്ക്. പിന്നെ അതെ മുട്ട ഇരിപ്പുണ്ട്. പിന്നെ ഞാനൊരാളെ പരിചയപ്പെടുത്താവേ. ഇതാണ് എൻ്റെ വീട്ടിലെ രീരിപ്രാവ് കേട്ടോ. ഇത് രീരിപ്രാവാണ്. ഈ രീരിപ്രാവിനെ കാല് പിണഞ്ഞിരിക്കുക. എന്നാ സംഭവം എന്നറിയത്തില്ലേ. നമ്മുടെ കോളേജിൽ വീണ് കിടന്നതാ. അപ്പൊ വീണ് കിടന്നപ്പം ഈ പിള്ളേരൊക്കെ വണ്ടി കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കത്തില്ല. എൻ്റെ കരിയിലയുടെ കളറല്ലേ ഇതിന്. അപ്പൊ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മള് സെക്യൂരിറ്റി ചേട്ടൻ എന്നെ കൊണ്ടുവിടാൻ ചെന്നപ്പോൾ ചേട്ടന്റെ കയ്യിലെടുത്ത് കൊടുത്തേ. ആരെങ്കിലും വണ്ടി കയറ്റി കൊള്ളുകയുള്ളൂ, ഈ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ എന്നെ രക്ഷിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ കൊണ്ടുപോയി, നമുക്കിവിടെ ഓൾറെഡി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് കൂട്ടിലിട്ടേക്കും. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് നോക്കട്ടെ, കാല് ശരിയായില്ലെങ്കിൽ നമുക്ക് വെറ്റിനറി ഡോക്ടറെ കൊണ്ട് കാണിക്കാം. എന്താ സംഭവം എന്നറിയാലോ, പക്ഷികളെയൊക്കെ നോക്കണതല്ലേ. അപ്പം ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരി വെച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ രീരിക്കുഞ്ഞാണ് കേട്ടോ. കുറച്ചൊക്കെ പേടി മാറിയിട്ടുണ്ട്, നമ്മൾ ഉപദ്രവിക്കില്ല എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് പറക്കാൻ പറ്റില്ലായിരുന്നു. പറക്കാൻ പറ്റാത്തത് കൊണ്ട് എന്താണെങ്കിലും പൂച്ചയോ പട്ടിയോ എന്തായാലും അതിനെ പിടിക്കും, അല്ലെങ്കിൽ വണ്ടി കയറി പിള്ളേരറിയാതെ വണ്ടിയും കൊണ്ടൊക്കെ വരുമ്പോൾ കയറും. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഈ വാഴച്ചുണ്ടും അതുപോലെ ചെറുപയറും കൂടെ കൂടി ഇട്ടിട്ട് തോരൻ വയ്ക്കുക ചെയ്ത്. പിന്നെ നമുക്ക് മോരുകറി ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ചോറും ഉണ്ട് കേട്ടോ. എന്താ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് 2 ദിവസമായിട്ട് പുട്ട് ഉപ്പുമാവ് ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പഴം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഈ പുട്ട് ഉപ്പുമാവ് മാറി ഞാൻ കഴിച്ചിട്ട് പോകാനായിട്ട് തുടങ്ങാൻ. സൂട്ട സ്കൂളിൽ പോയി. അപ്പോൾ ടാറ്റാ.